കോച്ചേ 50 മിനിറ്റായി, ഞാൻ ഇറങ്ങട്ടെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. വെയിറ്റ് ചെയ്യും, നിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ആ ജപ്പാന്റെ കോച്ച് 200 പേരിന്റെ വരയിട്ട ബുക്കൊക്കെ വാങ്ങിച്ചപ്പോൾ എന്തൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. നമുക്ക് പണി തരും. എഴുതട്ട് പിള്ളേരുടെ ഇമ്പോസിഷൻ വല്ലതായിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ കുറെ കണ്ടിട്ടുള്ളയാ. നീ ഒന്ന് അടങ്ങ്. രണ്ടെന്നൊക്കെ പൊക്കി കാണിക്കുന്നു. വല്ല 2-ന് പോകുന്നതാണായിരിക്കും. നിങ്ങളും എന്തെങ്കിലുമൊക്കെ പൊക്കി കാണിയില്ല. ശരി, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇതൊക്കെ എപ്പോഴേ പൊക്കി പിള്ളേർ പണിയും തുടങ്ങി. ഓഹോ, ഇത് പൊളിക്കും. നിന്നെ ഇറക്കാത്തോട് വിഷമമൊന്നും ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ട രീതി എന്നെ ഉപയോഗിച്ചോ. എന്റെ ലാസ്റ്റ് ഡാൻസ് ഫൈനലിലാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ദാറ്റ്സ് മൈ ബോയ്. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. യെസ്, ചോദിക്കൂ. സെക്കൻഡ് ഹാഫിൽ കംബാക്ക് ഗോൾ. അതെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയ മാർട്ടിനെല്ലി ഇറങ്ങി ഗോൾ അടിക്കുന്നു. സ്വാഭാവികം. അതും 90+ മിനിറ്റിൽ വിന്നിംഗ് ഗോൾ. ഈ സ്ക്രിപ്റ്റ് ഞാൻ ഇതിനു മുമ്പ് പല വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ടീമിന്റെ ജേഴ്സി വെള്ളയായിരുന്നു. വെള്ളയാണേലും മഞ്ഞയാണേലും എൻ്റെ ഒരൊറ്റ സ്ക്രിപ്റ്റേ ഉള്ളൂ. പക്ഷേ ജപ്പാനല്ല, അവൻ്റെ അപ്പം വന്നാലും പൂട്ടിയിരിക്കും. പിന്നല്ല, രാജാക്കന്മാർക്ക് എന്ത് ക്യൂ. വഴിമാറടാ, അടുത്ത റൗണ്ട് ഓഫ് 16.